IELTS ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് വിദേശ രാജ്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. കുറഞ്ഞ ചിലവെന്ന് പറയുമ്പോൾ ഒരു വർഷം ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഫീസ് വരുന്ന കുറച്ച് രാജ്യങ്ങൾ. അതിൽ കൂടുതൽ ഫീസുള്ള രാജ്യങ്ങളുണ്ട്, എന്നാലും ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിലും പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഞാനിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മിക്ക രാജ്യങ്ങളും IELTS മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. മിക്ക യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷന് വേണ്ടിയിട്ട് അവർ IELTS ചോദിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഈ പറയാൻ പോകുന്ന രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും നിങ്ങൾക്ക് വിത്തൗട്ട് IELTS അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഞാനിന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാസ്റ്റേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഞാനിന്ന് പറയാൻ പോകുന്ന എല്ലാ രാജ്യങ്ങളിലെയും കോഴ്സുകളുടെ ഡീറ്റെയിൽസ്, അതിപ്പോൾ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിപ്ലോമ ആയിക്കോട്ടെ, PhD ആയിക്കോട്ടെ, എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് നോർവെൽ എന്നാണ്. ഈ നോർവെൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് അറിയാൻ പറ്റും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജെന്യുവിൻ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികളെ കോൺടാക്ട് ചെയ്യാനും പറ്റും. അതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ഫിൻലൻഡ്, ഹംഗറി, സ്പെയിൻ, മാൾട്ട, ചെക്ക് റിപ്പബ്ലിക്, ലിത്വേനിയ, പോളണ്ട്, ലാത്വിയ, ജോർജിയ. ഞാനിപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോഴും വിത്തൗട്ട് IELTS അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നല്ലൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 9 രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഈ 9 രാജ്യത്തും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ആ ഒരു രാജ്യം ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും പല സാമ്പത്തിക സിറ്റുവേഷനിലുള്ള ആൾക്കാരായിരിക്കാം. ചിലർ ധനികരായിരിക്കാം, ചിലർ പാവപ്പെട്ടവരായിരിക്കാം, അതേപോലെ ചിലർക്ക് നല്ല മാർക്ക് ഉണ്ടാവാം, ചിലർ ജസ്റ്റ് പാസ്സായ വ്യക്തികളായിരിക്കാം. നിങ്ങൾക്കൊക്കെ പറ്റുന്ന രാജ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിനകത്ത് ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, ചിലതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സിനാരിയോ ഞാൻ പറയും. ആ സിനാരിയോയിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് തരുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെയിൻ ചൂസ് ചെയ്യാം. ഒരു 60-65% മാർക്കൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പെയിനിൽ അഡ്മിഷൻ എടുക്കാം. സ്പെയിൻ ഇപ്പോൾ 2 വർഷം സ്റ്റേ ബാക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ 1 വർഷമായിരുന്നു, എന്നാൽ ഇനി മുതൽ 2 വർഷം ലഭിക്കും. ഇനി വേറൊരു സിനാരിയോ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ മാരീഡ് ആണ്, അല്ലെങ്കിൽ റീസെൻ്റ്ലി ഇനിയിപ്പോൾ മാരീഡ് ആവാൻ പോവുകയാണ്. സോ നിങ്ങളുടെ പങ്കാളിയെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ, അതിപ്പോൾ വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനെ ഇതേ രീതിയിൽ കൂടെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 2 രാജ്യമാണ് ഫിൻലൻഡും ലിത്വേനിയയും. ഈ 2 രാജ്യങ്ങളിലും വിത്തൗട്ട് IELTS നമുക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനെ കൂടെ കൊണ്ടുപോകാം. ഡിപ്പെൻഡൻറ്റിനെ കൂടെ കൊണ്ടുപോകുമ്പോൾ പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന അതേ എമൗണ്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. ഇല്ല. നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ചിലവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് 1 വർഷം താമസിക്കാൻ വേണ്ട അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ട പ്രൂഫ് ഓഫ് ഫണ്ടുമാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലിവിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. അതേപോലെ നിങ്ങളുടെ കൂടെ ഹസ്ബൻഡോ വൈഫോ കൂടെ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും സെപ്പറേറ്റ് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. ഒരു വ്യക്തിയുടെ ജീവിത ചെലവിൽ നമുക്ക് 2-3 ആൾക്കാരെ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫണ്ട് കാണിക്കണം. ഈ ഫണ്ട് കാണിക്കുന്നത് നമുക്ക് ഷോ മണി ആയിട്ട് കാണിക്കാം. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ എവിടെന്നെങ്കിലും കുറച്ച് ഫണ്ട് കാണിച്ചിട്ട് അതിൻ്റെ പ്രൂഫ് കാണിച്ച് അതിനുശേഷം വിസ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫണ്ട് വേണമെങ്കിൽ തിരിച്ച് എവിടെ നിന്നാണ് ലഭിച്ചത് ആ ആൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. എന്നാൽ ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ജർമ്മനി ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, അതേപോലെ വേറെ പല രാജ്യങ്ങളിലും ഈ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ വെച്ചിട്ടുള്ള ഫണ്ട് അതിനൊരു സോഴ്സ് വേണം. അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം. അതേപോലെ തന്നെ ചില രാജ്യങ്ങളിൽ അത് ബ്ലോക്ക് ചെയ്ത് കാണിക്കണം. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ GST എമൗണ്ട് എന്നൊക്കെ പറയും. എന്നാലും ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഷോ മണി ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡിപ്പെൻഡൻറ്റിനെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഫിൻലൻഡോ അല്ലെങ്കിൽ ലിത്വേനിയോ ചൂസ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏത് രാജ്യം ചൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കുണ്ട്, അതേപോലെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫിൻലൻഡ് ചൂസ് ചെയ്യാം. ഫിൻലൻഡിൽ ഏകദേശം ഒരു 65-75% മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏകദേശം ഒരു 8 തുടങ്ങി 12 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം ഫീസ് വരുന്ന കോഴ്സസ് ഉണ്ട്. ഇത് മാറിക്കൊണ്ടിരിക്കും. അത് ഏതൊക്കെയാണ് കോഴ്സ് എന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ norwell.in എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകണം, എന്നാൽ അധികം ഫീസ് മുടക്കാനായിട്ടില്ല, സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ലിത്വേനിയ ചൂസ് ചെയ്യാം. ലിത്വേനിയയിൽ ഫിൻലൻഡിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന
ഒരുപാട് നല്ല കോഴ്സസും ഈ ഒരു രാജ്യത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ഷോ മണി രൂപത്തിൽ നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാം. ആ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ പറഞ്ഞ norval.in-ലുണ്ട്. ഇനി അടുത്തൊരു സിനാരിയോ പറയാം. നിങ്ങൾക്ക് ഏത് രാജ്യമായാലും കുഴപ്പമില്ല, പക്ഷേ അഫോർഡബിളായിട്ട് പോകാൻ പറ്റണം. അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കണം. ഏറ്റവും കുറവ് തുക പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കാൻ പറ്റണം. ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് കയറി യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോ പോകണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ലാത്വിയ, ലിത്വേനിയ, ചെക്ക് റിപ്പബ്ലിക് അല്ലെങ്കിൽ പോളണ്ട് പോലെയുള്ള രാജ്യങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലാത്വിയ, ലിത്വേനിയ അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് ആണ്. പോളണ്ടും നല്ല രാജ്യം തന്നെയാണ്, ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ പോളണ്ടിലേക്ക് നമ്മൾ വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ഒന്നാമത്തേത് ഡേറ്റ് കിട്ടാനില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട്. രണ്ടാമത്തേത് കൊടുത്താലും കുറേ പേരുടെയൊക്കെ വിസ റിജക്റ്റ് ആവുന്നു. ഇതൊരു ടെമ്പററി ഇഷ്യൂ ആണ്. എല്ലാ സമയത്തും ഇതുപോലെ ഉണ്ടാവണമെന്നില്ല. പല രാജ്യങ്ങളിലും പല സമയത്തും ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതൊക്കെ റെക്ടിഫൈ ചെയ്ത് പോകുന്നു. എന്നാലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും പോളണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോകണോ, ലാത്വിയയിലേക്ക് പോകണോ, ലിത്വേനിയയിലേക്ക് പോകണോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോളണ്ട് ഒഴിവാക്കിയിട്ട് ബാക്കി രാജ്യങ്ങൾ ആലോചിക്കാം. കുറച്ച് നാൾ കഴിയുമ്പോൾ പോളണ്ടിൻ്റെ ഈ ഒരു ഇഷ്യൂ മാറി നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ വിസ കിട്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ രാജ്യങ്ങൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി വേറൊരു ഇൻഫർമേഷൻ, ഇത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ പലരും ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ്, പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുന്നതും അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്നതും പെട്ടെന്ന് PR-ലേക്ക് മാറാൻ പറ്റുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഹെൽത്ത് കെയറിൽ നേഴ്സിംഗ് ആണ്. നിങ്ങൾക്ക് നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എനിക്കറിയാം പകുതി ആൾക്കാർക്കും നേഴ്സിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു നെറ്റി ചുളിയും, അവർക്ക് പഠിക്കാനായിട്ട് കുറേ മടിയുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു സർവീസ് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്ന ഒരു പ്രൊഫഷനാണ്. അതിനകത്തേക്ക് വരാനായിട്ട് പകുതി ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രൊഫഷനായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് +2-ന് ശേഷം ജോർജിയയിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ജോർജിയ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു 3 വർഷം നിങ്ങളെ ജർമ്മൻ ലാംഗ്വേജ് കൂടെ പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നഴ്സിംഗിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോർജിയയിൽ തന്നെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയ പോലെയുള്ള രാജ്യങ്ങളിൽ, അതായത് ജർമ്മൻ സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. സോ അത്തരത്തിൽ വളരെ അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോർജിയയിൽ നിന്ന് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ജോർജിയയിൽ നഴ്സിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് MBBS ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിലും ജോർജിയയിൽ ഓപ്ഷൻസ് ഉണ്ട്. അവിടെയും വളരെ അഫോർഡബിളായിട്ട് പഠിക്കാൻ പറ്റും. സോ ഈ കാര്യവും നിങ്ങൾക്ക് ജോർജിയയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മിക്ക രാജ്യങ്ങളിലും 1 ഇയർ അല്ലെങ്കിൽ ഒരു 9 months ഒക്കെയാണ് മിക്ക രാജ്യങ്ങൾ സ്റ്റേ ബാക്ക് കൊടുക്കുന്നത്. ചില രാജ്യങ്ങളിൽ മാത്രമേ 9 months ഉള്ളൂ, ബാക്കി എല്ലാ രാജ്യങ്ങളിലും 1 ഇയർ ആണ്. സ്പെയിനിൽ 1 ഇയർ ആയിരുന്നു, ഇപ്പോൾ അവർ 2 ഇയറിലേക്ക് മാറുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് എല്ലാ രാജ്യങ്ങളിലും ഒരു 1 ഇയർ സ്റ്റേ ബാക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വരുന്നതാണ് ഞാൻ അവസാനം പറയാൻ വെച്ചിരുന്ന ഒരു രാജ്യം, അതാണ് സൈപ്രസ്. സൈപ്രസ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെയോ ഷെങ്കൻ്റെയോ ഭാഗമൊന്നുമല്ല, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണെന്ന് പറയാം. വളരെ അഫോർഡബിളായിട്ട് പഠിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്ന, സ്റ്റഡി ഗ്യാപ്പ് കൂടുതലാണെങ്കിലും എങ്ങനെയുള്ള പ്രൊഫൈലാണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് ഇപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് സൈപ്രസ് ഉടനെ തന്നെ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. സോ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഉടനെ തന്നെ ഈ ഒരു രാജ്യം യൂറോ കറൻസി ആയിട്ട് മാറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കിട്ടുന്ന പോലെയുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് സൈപ്രസിൽ പഠിക്കാൻ പോയാലും കിട്ടും. നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യത്ത് തന്നെയായിരിക്കും പിന്നെ ജീവിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷൻ ഈ റീസെൻ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈപ്രസിലെ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ പറഞ്ഞ norval.in-ൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 10 രാജ്യത്തിന് പുറമെ വേറെയും കുറേ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ലോവാക്യ, സ്ലൊവേനിയ പോലെയുള്ള രാജ്യങ്ങൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെ വേറെയും ബോസ്നിയ, കിർഗിസ്ഥാൻ, അതേപോലെ തന്നെ തജിക്കിസ്ഥാൻ, അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ വേറെയുണ്ട്. ഈ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഒരു കംപ്ലീറ്റ് മാസ്റ്റേഴ്സ് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ആ ഒരു രാജ്യത്ത് എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ്റെ പ്രോസസ്സ് വരുന്നത്, IELTS വേണോ വേണ്ടയോ, ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയൊക്കെയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ്, ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത പല രാജ്യങ്ങളുടെയും അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോർമലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനതിന് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരയ്ക്കും